ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതയാണ്. ഒരുപാട് കാലങ്ങളായി ഞാൻ വീഡിയോകളൊക്കെ ചെയ്തിട്ട്. അതിന് കാരണം ഓരോ തിരക്കുകളിലൊക്കെ പെട്ടങ്ങനെ പോയതാണ്. വീഡിയോകളൊന്നും അധികം ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണ്. ഹലോ, ഞങ്ങളിപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വരാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, പണ്ട് ഞാൻ അമ്മയെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ചെയ്ത വർക്കുകളും അമ്മയുടെ ഗാർഡനും കാര്യങ്ങളൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗാർഡൻ സത്യത്തിൽ ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ ഗാർഡൻ കണ്ടപ്പോൾ അന്ന് കാണിച്ചതിനേക്കാളും കൂടുതൽ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ഒക്കെ അമ്മ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വരും അമ്മ, വാ. ഇതാണ് അമ്മ ചെയ്ത വർക്കുകളാണ് ഞാൻ കാണുന്നതല്ല. ഓക്കെ, അപ്പോൾ അമ്മയുടെ കൂടെ തന്നെ ചുറ്റും നടന്ന് കാണാൻ പോകണതല്ല. ഇതാണ് നമ്മുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ല? ഇതാണ് എല്ലാം അമ്മ ഉണ്ടാക്കിയതല്ലേ? കളഞ്ഞ് തേങ്ങ ഉടച്ച് ആ ചിരട്ട അമ്മ തന്നെ എടുത്ത് ഓരോ ചിരട്ടകളും ഇങ്ങനെ മിനുസപ്പെടുത്തി ഉണ്ടാക്കി പെയിന്റ് അടിച്ച് അതിൽ ചെടികളെല്ലാം വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു സെറ്റാണിത്. ഇതും അമ്മ തന്നെ ചിരട്ടകൾ ഇങ്ങനെ റെഡിയാക്കി തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരുപാട് തരം വെറൈറ്റി ചെടികളാണ് ഇവിടെ ഉള്ളത്. ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിലൊന്നും തീരില്ല, അത്രയ്ക്ക് ചെടികളുണ്ട്. ഇതൊക്കെ ചെറിയ കുടങ്ങൾ, അല്ല? ഇത് അമ്മ മേടിച്ച് കുടം മേടിച്ചിട്ട് ഇത് ഈ കുടം മേടിച്ചിട്ട് അമ്മ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ ഓരോ ചെടികൾ നട്ടു വെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ താമര, അല്ലേ? താമരച്ചട്ടി അമ്മ ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയും? ടയറെടുത്ത് നമ്മളതുപോലെ ഡിസൈൻ ചെയ്ത് മുറിച്ചെടുത്ത് കാറിൻ്റെ ടയറാണ്. ടയർ എടുത്തുകൊണ്ട് വന്നിട്ട് അത് മുറിച്ച് അമ്മ ഇതുപോലെ ഷേപ്പിലാക്കി എടുത്തരും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇങ്ങനെ ചട്ടി ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ കാണുന്നത്. അതുപോലെ പല കളറിലും അമ്മ താമര ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണുള്ളത്? പിന്നെ അതിൻ്റെ വെറൈറ്റി കുറച്ചുകൂടെ വലിയൊരു ടയർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വലിയൊരു പൂവുണ്ടായി, താമരപ്പൂവ്. അതിപ്പോ പോയി. പിന്നെ ഇതൊക്കെ പൈപ്പ് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ പെയിന്റ് അടിച്ചു. ഇത് സാധാരണ PVC പൈപ്പാണിത്. ഇതിൽ പെയിന്റ് ചെയ്തിട്ട് അമ്മ പാത്രത്തിൽ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒരു പാത്രം. ഇതമ്മ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ സിമെന്റ് വെച്ചിട്ടേ പിന്നെ നമുക്ക് ഇങ്ങനെ സിമെന്റ് വെച്ച് കമ്പിയൊക്കെ വെച്ച് വരച്ച് അമ്മ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. ഇത് വേറൊരു താമര അതിൻ്റെ. പിന്നെ ഈ ചട്ടികൾക്കെല്ലാം പെയിന്റ് കൊടുത്തിരിക്കുന്ന അമ്മയാണ്. എല്ലാ ചട്ടികൾ മേടിച്ചിട്ട് പെയിന്റ് ചെയ്തിരിക്കുന്നത്. സിമെന്റ് വെച്ച് അമ്മ ഉണ്ടാക്കിയ ചട്ടിയാണ്. സിമെന്റ് വെച്ച് അമ്മ ചട്ടി വാർത്തുണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ഇത് കുപ്പികളല്ലേ? പ്ലാസ്റ്റിക് കുപ്പികളല്ലേ? അല്ല, നമ്മുടെ പൊട്ടണ കുപ്പിയില്ലേ, ബിയർ കുപ്പികൾ. ചില്ലുകുപ്പിയാണ് ഇതെല്ലാം. ചില്ലുകുപ്പികളാണ് ഇതെല്ലാം. ആ കുപ്പികളെല്ലാം ഓരോ കളർ പെയിന്റ് അടിച്ച് അമ്മ ഒരു ബൗണ്ടിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മാവിന് വേണ്ടിയിട്ട്. പിന്നെ ഇതെന്താണ്? ഇതൊരു ജഗ്, മണ്ണിൻ്റെ ജഗ്ഗാണ്. അത് അമ്മ പെയിന്റ് അടിച്ച് അതിൽ ഈ ചെടിയില്ലേ, ചെടി ഏത് ചെടി വേണമെങ്കിലും വയ്ക്കാം. പിന്നെ ഇത് കുപ്പികളാണ്, പ്ലാസ്റ്റിക് കുപ്പിയാണ്. സാധാരണ നമ്മുടെ വെള്ളം വാങ്ങിക്കുന്ന കുപ്പികളാണ്. ആ കുപ്പി മുറിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ ഷേപ്പിൽ കൊക്കക്കോളയുടെ കുപ്പിയാണെന്ന് തോന്നുന്നത്, അല്ലേ? അതൊക്കെ മുറിച്ച് നല്ല ഡിസൈൻ പെയിൻറ്റിങ് ഒക്കെ കൊടുത്ത് ചെടികൾ. ഇത് ഈ കാണുന്നതെല്ലാം ഓരോ കുപ്പികളിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം പല കുപ്പികളാണ്. അതിനെല്ലാം ഓരോ പെയിൻറ്റ് കൊടുത്ത് ഡിസൈൻ ചെയ്ത് ഓരോ ചട്ടികൾ മണ്ണ് നിറച്ച്. ചിലതൊക്കെ വെള്ളത്തിലാണ്, അല്ലേ? മണി പ്ലാന്റുകളെല്ലാം വെള്ളത്തിലാണ്. ഒന്നും ചെയ്യണ്ട, വെള്ളം ഒഴിക്കണ്ട, അവിടെ നിന്നോളൂ. മണി പ്ലാന്റ് എല്ലാം വെള്ളത്തിലാണ്. അപ്പോൾ പിന്നെ അതങ്ങനെ വളർന്നോളൂ. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് പാത്രമാണല്ലേ? അതെ, ഇതൊരു പ്ലാസ്റ്റിക് പാത്രമാണ് അമ്മ പെയിന്റ് ചെയ്തത്. ഇത് എന്താണ്? മീൻചട്ടിയാണത്? അതെ, ഇത് മീൻചട്ടിയാണ്. ഇത് കറിക്ക് വരുന്ന ഒരു ചട്ടിയായിരുന്നു. ഇത് കറിച്ചട്ടിയാണ്, പൊട്ടല് വന്നിരിക്കുന്ന ചട്ടിയാണ്. അതിൽ ആണ് അമ്മ മണിപ്ലാന്റ് നട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം ഓരോ
ഓരോ തരം കുപ്പികളും പാത്രങ്ങളും എല്ലാം നല്ല ഷേപ്പൊക്കെ കൊടുത്ത് പെയിൻ്റൊക്കെ കൊടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ പോയോ? ഇതിൻ്റെ ഉള്ളിൽ ചെടി എടുത്തു. ഇനിയിപ്പോൾ പുതിയത് വെക്കാൻ വേണ്ടിയിട്ട് പഴയതെല്ലാം പോയി കഴിഞ്ഞ് പുതിയത് വെക്കാൻ വേണ്ടി അമ്മ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് എല്ലാ കുപ്പികളുടെ ഈ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇനി ചെടി നടാൻ പോകുന്നത്. നല്ല വീണ്ടും കുപ്പികളും മണി പ്ലാന്റ്. ഇതെല്ലാം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ചതാണ്. പ്ലാസ്റ്റിക് ബാസ്ക്കറ്റാണ്. അതിൻ്റെ ഉള്ളിൽ വേറെ ചട്ടി വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ അമ്മ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഈ ചട്ടികളെല്ലാം പെയിൻറ് ചെയ്തിരിക്കുന്ന അമ്മയാണ്. ഇത് നമ്മൾ ഒരിക്കലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ചെടിയാണ്. ഇതിങ്ങനെ നിറയെ ഉണ്ടായി. ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പൊ ചെറുതായിട്ട് വരുന്നതാണ്. ഇതെങ്ങനെ വള്ളിച്ചെടിയായിട്ട് നമുക്ക് ചുറ്റിനിങ്ങനെ ഇങ്ങനെ പടർത്തി കൊണ്ടുപോകും. പ്ലാന്റ് ഒക്കെ പോലെ പക്ഷേ വേറെ കളർ. സാധാരണ PVC പൈപ്പുകളാണ്. ഇതിനെല്ലാം പെയിന്റ് ചെയ്ത് ഇതിൽ മണ്ണ് നിറച്ചിട്ടാണ് പെയിന്റ് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ ഓരോ ചെടികൾ നട്ടിരിക്കുകയാണ്. ഇതൊന്ന്, പിന്നെ വീണ്ടും അതെ ഇതിവിടെ ഇത് PVC പൈപ്പാണോ? അതും PVC പൈപ്പ്. ഇതും PVC പൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ച് ചെടികൾ വെച്ചിരിക്കണം അല്ലേ. എന്നിട്ട് ചെയിൻ ഇട്ട് കെട്ടി നല്ല ഭംഗിയാക്കി സൂപ്പറാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നതും PVC പൈപ്പിൻ്റെ വേറൊരു ചെടിയാണ്. ഇതിൽ PVC പൈപ്പ് അതുപോലെ തന്നെ ഇത് നട്ടിരിക്കുന്ന വേറൊരു ചെടിയാണ്. കുട അമ്മ മേടിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത കുടമാണ് ഉണ്ട്. ഈ കുടത്തിൻ്റെ ഒരു ഹോളുണ്ട്, അതിൽ കൂടെയാണ് മണി പ്ലാന്റ് വരുന്നത്. അത് തന്നെയാണ് ഇതിവിടെ. ഈ കുടത്തിന് അമ്മ ഹോൾ ഇട്ടതാണോ? ഹോളുണ്ടായിരുന്നു. അതിൽ പിന്നെ ഒത്തിരി മണ്ണ് നിറച്ചിട്ട് ചെടി വെച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് ചെടി ഇട്ടു. അതിൻ്റെ ചട്ടിയുടെ വേറൊരു വേർഷനാണ് ഇത്. ചട്ടിയുടെ ഉള്ളിൽ നിന്ന് താഴോട്ട് വരുന്നു. പിന്നെ ചെത്തി, അങ്ങനെ ഒരുപാട് തരം വെറൈറ്റി ചെടികളാണ് ഉണ്ടാക്കിയതാണ് വെച്ചിട്ട്. ഇത് ഈ ഹാങ്ങിങ് അമ്മ ചരട് വെച്ച് കെട്ടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു കുപ്പി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണി പ്ലാന്റ് വെച്ചിരിക്കുകയാണ്. നോക്കും. പ്ലാസ്റ്റിക് പാത്രം. ഇതൊരു പ്ലാസ്റ്റിക് പാത്രമാണ്. അതിനെ അമ്മ പെയിന്റ് അടിച്ച് അതിൽ നല്ലൊരു ചെടികളും വെച്ച് അതിനെ ഭിത്തിയിൽ തൂക്കിയിരിക്കുകയാണ്. ഇതിലൊക്കെ ഇനി ചെടി നടാനുള്ളതല്ലേ നമുക്ക്? ഇതിലൊക്കെ ഇനി വേറെ ചെടി വെക്കാൻ ഇത് കലം. അത് മൺകലം. കയറുകൊണ്ട് ഇത് അമ്മ കെട്ടിയത്. ഞാൻ കെട്ടിയത് കയറ്. ഈ ഹാങ്ങിങ് അമ്മ കയറ് പിരിച്ച് അത് കയറ് പിരിച്ച് കെട്ടി അമ്മ അത് ഇവിടെ തൂക്കിയിട്ട് അതിൽ മണി പ്ലാന്റ് നട്ടിരിക്കുന്നത്. ഇത് ഈ പൂവ് കണ്ടോ? ഇത് കുപ്പി കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പിയുടെ ഈ ഇവിടെ ഭാഗം കാണിച്ച് കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗത്ത് അവിടെ വെച്ച് കുപ്പി കട്ട് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ വിടർത്തി എടുത്തിട്ട് പെയിൻ്റ് അടിച്ച് ഒരു അടിപൊളി ഫ്ലവർ ആക്കിയിരിക്കുകയാണ്. കണ്ടോ? ഇതാണ് അമ്മയുടെ ക്രിയേറ്റിവിറ്റി. ഇതൊരു പൂവുണ്ടായിരുന്ന ചെടിയായിരുന്നു. അതപ്പോ അത് പോയി. പൂവുണ്ടാക്കി വെച്ചു. അല്ല, അപ്പൊ ഞാനൊരു പൂവുണ്ടാക്കി വെച്ചോ. പൂവിന് അടിപൊളി നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. അപ്പൊ അത് പോയിപ്പോ എനിക്ക് സങ്കടമായി. പ്ലാസ്റ്റിക് പൂ. അപ്പൊ ഒരു പ്ലാസ്റ്റിക് പൂ ഇരിക്കട്ടെ വെച്ചു. അമ്മ തന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടൊരു പൂവങ്ങ് ഉണ്ടാക്കിയെന്ന് വെച്ചു. സൂപ്പർ. ഇത് പ്ലാസ്റ്റിക് കുപ്പിയാണോ? ഇതൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ് അല്ലേ? അതിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ചെടി നട്ടിരിക്കുകയാണ്. ഭംഗിയായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് നോക്കൂ, ഇതാരാണെന്ന്. ഭരണിയാണ്. ഭരണിയിൽ പെയിൻറ് ചെയ്തിട്ട് അതിൽ മണി പ്ലാന്റ് വെച്ചിരിക്കുക. പിന്നെ നോക്കി ചട്ടികളൊക്കെ ഇതെല്ലാം പെയിൻറ് ചെയ്തിരിക്കണം. അതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കണം എല്ലാം അങ്ങനെയാണ് അല്ലേ? അല്ല, ഇത് സാധാരണ പ്ലാസ്റ്റിക് പാത്രങ്ങളല്ലേ? എല്ലാം പ്ലാസ്റ്റിക് പാത്രങ്ങളാണ്. അതിനെല്ലാം കളർ മണ്ണിൻ്റെ ഉണ്ട്. ഈ കൊച്ചു കുപ്പികൾ, ചില്ല് കുപ്പികളാണ്. അതെല്ലാം അതിനെല്ലാം പെയിൻറ് അടിച്ച് നല്ല ഡിസൈനാക്കി. പക്ഷേ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ചെമ്പരത്തി അല്ലേ? പിങ്ക് ചെത്തിപ്പൂ ഒരുപാടുണ്ട്. നിറയെ ചെത്തിപ്പൂവുണ്ട്. പിന്നെ ഇതെന്താണ്? ബ്രൈഡൽ ബൊക്കെ അല്ലേ?
പ്ലാസ്റ്റിക് കുപ്പിയാണ് അല്ലേ? അതെ. പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ഇല ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കുപ്പിയിൽ തന്നെ കട്ട് ചെയ്ത് അതിൽ ഇല ഉണ്ടാക്കിയിട്ട് അതൊരു നല്ല ഭംഗിയുള്ളൊരു ചട്ടിയാക്കി അതിനുള്ളിൽ വേറെ ചെടികൾ വച്ചു. ഭംഗി. അമ്മയുടെ കിളികളാണത്. ഒത്തിരി കിളികളുണ്ടായി. ഈ കിളികൾക്ക് കൊടുക്കാനാണ് അമ്മ പനിക്കൂർക്ക നട്ടിരിക്കുന്നത്. അതാണത്. കിളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്ക നട്ടു വെച്ചിരിക്കുകയാണ് അമ്മ. അത് നട്ടിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കൂ. നമ്മുടെ വെള്ളക്കുപ്പിയുടെ അറ്റം മുറിച്ചെടുത്തത് നോക്ക്. അല്ലേ, നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ചട്ടിയായി അവിടെ അത്.